ഹലോ ഡിയേഴ്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് ടേമിനൽ ഇവാലുവേഷൻ 2019-20 ഉള്ളതിൻ്റെ ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ആർട്ട് എഡ്യൂക്കേഷൻ, വർക്ക് എഡ്യൂക്കേഷൻ ഉള്ളതിൻ്റെ ഫസ്റ്റ് ടേമിനൽ ഇവാലുവേഷനാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എന്താണ് ആരോഗ്യ കായിക വിദ്യാഭ്യാസം, കലാവിദ്യാഭ്യാസം, പ്രവൃത്തി പഠനം, അതിൻ്റെ പാദവാർഷിക മൂല്യനിർണ്ണയമോ ഓണം പരീക്ഷ 8ാം ക്ലാസ്സിൽ അതിൽ ഏതാണെന്ന് വെച്ചാൽ ആർട്ട് എഡ്യൂക്കേഷനാണ് നമുക്ക് പറയുന്നത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കൂ. എന്താണ് വേർ ഡസ് ദ ഷാഡോ ഫോം വെൻ ലൈറ്റ് ഫാൾസ് ഫ്രം ലെഫ്റ്റ് സൈഡ് ഓഫ് ആൻ ഒബ്ജക്റ്റ്? എന്താണ് ഓപ്ഷൻസ്? ലെഫ്റ്റ് സൈഡ്, റൈറ്റ് സൈഡ്, അപ്പർ സൈഡ്, നോ ഷാഡോ. എന്താണ് കലാവിദ്യാഭ്യാസത്തിൽ 1 മുതൽ 6 വരെ ചോദ്യങ്ങൾ 4 എണ്ണത്തിന് മാത്രം ഉത്തരം എഴുതുക അല്ലേ. അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഒരു വസ്തുവിൻ്റെ ഇടത് ഭാഗത്ത് നിന്ന് വെളിച്ചം പതിക്കുമ്പോൾ നിഴൽ ഏത് ഭാഗത്താണ് കാണപ്പെടുക? ഇടത് ഭാഗത്ത് നിന്നാണ് വെളിച്ചം വരുന്നത് അല്ലേ. അപ്പോൾ എന്താണ് അതിൻ്റെ നിഴൽ ഏത് ഭാഗത്താണ് കാണുക? ഏത് ഭാഗത്താണ് കാണുക? വലത് ഭാഗത്തല്ലേ? യെസ്, എന്താണ് വലത് ഭാഗത്താണ് കാണുക കേട്ടോ. ഓക്കെ, വലത് ഭാഗത്ത് കാണും അല്ലേ. എന്താണ് റൈറ്റ് സൈഡിൽ അല്ലേ കാണുന്നത്. എവിടെയാണ്? റൈറ്റ് സൈഡിലാണ് കാണുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എന്താണ് ദ ഫേമസ് കേവ് പിക്ചർ ഓഫ് കേരള ആർ കാർവ്ഡ് ഓൺ ജൈജാൻറ്റിക് റോക്സ് ഇൻ എ കേവ് ഇൻ വയനാട് ഡിസ്ട്രിക്ട്. നെയിം ദ കേവ്. ഏത് കേവാണത് പറഞ്ഞത്? എന്താണ് ചോദ്യം? കേരള പ്രശസ്തമായ ഗുഹാചിത്രങ്ങൾ ഈ ഗുഹയിലാണ്. കൂറ്റൻ പാറയിലാണ് ചിത്രങ്ങൾ കൊത്തിയിട്ടുള്ളത്. അത് വയനാട് ജില്ലയിലാണ് ഈ ഗുഹ. ഇതിൻ്റെ പേരെന്താണ്? നിങ്ങളൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ. എവിടെയാണ്? എന്താണ് ആ ഗുഹേൻ്റെ പേര്? എന്താണ്? എടക്കൽ അല്ലേ. എടക്കൽ ഗുഹ എന്ന് പറയില്ലേ. വയനാട് ജില്ലയിലാണ് അതുള്ളത് അല്ലേ. അപ്പോൾ ഗുഹാചിത്രങ്ങളൊക്കെ ഉള്ള എവിടെയാണ്? ഇടക്കൽ ഗുഹയിലാണ് ഉള്ളത് കേട്ടോ. എവിടെയാണ്? ഇടക്കൽ. ഓക്കെ, ഇടക്കലാണ് കേട്ടുള്ളത്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ഇമ്പോർട്ടൻറ്റ് ആൻഡ് പോപ്പുലർ ആർട്ട് ഫോം ഓഫ് കേരള. എന്താണ്? കഥകുണ്ട്, ഓട്ടംതുള്ളലുണ്ട്, മോഹിനിയാട്ടമുണ്ട്, കൂടിയാട്ടമുണ്ട്. ചോദ്യം എന്താണ്? കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ജനകീയ കലാരൂപം ഏതാണെന്ന് ചോദിച്ചത്. ഏതാണ്? യെസ്, ഏതാണ്? ഓട്ടംതുള്ളലാണ് അല്ലേ. എന്താണ്? ഓട്ടംതുള്ളലാണ് എന്ത് നമ്മുടെ പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ ജനകീയ കലാരൂപം അല്ലേ. ഏതാണ് ഇമ്പോർട്ടൻറ്റ് പോപ്പുലർ ആർട്ട് ഫോം ഓഫ് കേരള? ഏതാണ്? യെസ്, ഓട്ടംതുള്ളൽ കേട്ടല്ലോ. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് മക്കളെ? ദർ ഈസ് ആൻ ഇഡിയം കോൾഡ് ഷിങ്കിടി പടുക. ഇൻ കോമൺ യൂസ് ഇൻ വിച്ച് ആർട്ട് ഫോം ഈസ് ദർ എ സിംഗർ കോൾഡ് ഷിഗിൻഡി. എന്താണ് ചോദ്യം? എന്താണ്? ഷിങ്കിടി പാടുക എന്നൊരു ശൈലി പ്രചാരത്തിലുണ്ടല്ലോ. നിങ്ങൾ പരിചയപ്പെട്ട ഏത് കലാരൂപത്തിലാണ് ഷിങ്കിടി എന്ന് പേരുള്ള പാട്ടുകാരനുള്ളത്? ഏതിലാണ്? ഷിങ്കിടി എന്നുള്ളതുള്ളത് കഥകളിയിലാണ് കേട്ടോ. ഏതിലാണ്? കഥകളിയിലാണ് എന്തുള്ളത്? ഈ ഷിങ്കിടി എന്നുള്ള ഇതുള്ളത് കേട്ടോ, കഥകളി. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. ദ കൈൻഡ് ഓഫ് തുള്ളൽ ഫോം ഇൻ വിച്ച് ഹെഡ് ഗിയർ ക്രൗൺ ഈസ് നോട്ട് യൂസ്ഡ്. എന്താണ്? ഈ കിരീടം ഉപയോഗിക്കാത്ത തുള്ളൽ വിഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കിരീടം ഉപയോഗിക്കാത്ത ഏതാണ്? ശീതങ്കൻ തുള്ളലാണ് കേട്ടോ. എന്താണ്? ശീതങ്കൻ തുള്ളലാണ് എന്ത് കിരീടം ഉപയോഗിക്കാത്തത്. ഓക്കെ, എന്താണ്? ശീതങ്കൻ തുള്ളൽ. ഓക്കെ, ശീതങ്കൻ തുള്ളലിലാണ് എന്ത് ഈ ഹെഡ് ഗിയർ ക്രൗൺ കിരീടം ഉപയോഗിക്കാത്തത്. നെക്സ്റ്റ് എന്താണ്? വിച്ച് among the following words carries the meaning acting? ഇതിൽ ഏതാണ്? ഇതിൽ ഉൾപ്പെടുന്നത് ആക്ടിങ് എന്നുള്ളത് താഴെ കൊടുത്തിരിക്കുന്നതിൽ അഭിനയം എന്ന അർത്ഥം വരുന്ന പദം ഏതാണെന്ന് വെച്ചത്. അപ്പോൾ അഭിനയം അർത്ഥം വരുന്ന ഏതാണ്? നർത്തനാണോ, പ്രകടനാണോ, നടനാണോ, അവതരണാണോ? ഏതാണ്? നടനാണ് അല്ലേ. ആക്ടിങ്ങിൽ അർത്ഥം വരുന്ന ഏതാണ്? നടനം. ഓക്കെ, നടനമാണ് ആക്ടിങ് എന്നുള്ള അർത്ഥം വരുന്നത് കേട്ടോ, നടനം. നെക്സ്റ്റ് എന്താന്ന് നോക്കിയേ. Frame 3 questions so that the fact given in the paragraph on Raja Ravivarma becomes their answer. അപ്പോൾ രാജ രവിവർമ്മയെ കുറിച്ചിട്ടാണ് അല്ലേ. രാജ രവിവർമ്മ വാസ് ബോൺ ഓൺ 29 April 1848 in Kilimanur. He exhibited his talents as a painter by drawing pictures on the walls of the palace. He became a popular painter in the Indian art history by showing his potential in oil painting, which was believed to be a monopolized art form of Westerners. Majority of his paintings are that of a mythological character. He established a lithograph press in Mumbai in 1894 by
popularizing his pictures by making them accessible to each and every home. ശകുന്തള, ഹംസ ദമയന്തി, അല്ലേ, പിന്നെന്താണ് ജിപ്സികൾ, എക്സെട്ര ആർ സം ഓഫ് ഹിസ് ഫേമസ് വർക്ക്സ്. ദിസ് ഗ്രേറ്റ് ആർട്ടിസ്റ്റ് പാസ്ഡ് അവേ അറ്റ് ദ ഏജ് ഓഫ് 58 ഓൺ 2 October 1906 അറ്റ് ആറ്റിങ്ങൽ. അപ്പോൾ എന്താ അവിടെ പറഞ്ഞിരിക്കുന്നത്? രാജാ രവിവർമ്മയെ കുറിച്ച് താഴെ കൊടുത്തിരിക്കുന്ന ആ പാരഗ്രാഫിൽ വസ്തുക്കൾ ഉത്തരമായി വരുന്ന 3 ചോദ്യങ്ങൾ നിർമ്മിക്കാനാണ് വരുന്നത്, അല്ലേ? അപ്പോൾ അപ്പോൾ ചോദ്യം ശ്രദ്ധിക്കുക. എന്താണ് താഴെ രാജാ രവിവർമ്മയെ കുറിച്ച് തന്നിരിക്കുന്നുണ്ട്, അല്ലേ? ആ പാരഗ്രാഫിൽ വന്നിരിക്കുന്ന ആ ഇതിൽ ചോദ്യങ്ങൾ നിർമ്മിക്കാനാണ്, അല്ലേ? ആ പാരഗ്രാഫിൽ ഉത്തരം ഉണ്ടാവും. അപ്പോൾ ആ പാരഗ്രാഫിന് അനുസരിച്ച് എന്താണ് ചോദ്യം ഉണ്ടാക്കുകയാണ് വേണ്ടത്, അല്ലേ? ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ നോക്കി നമ്മൾ ക്വസ്റ്റ്യൻ എന്താണ്, ആ പാരഗ്രാഫ് എന്താ? രാജാ രവിവർമ്മ, അല്ലേ? രാജാ രവിവർമ്മ 1848 ഏപ്രിൽ 29 കിളിമാനൂരിൽ ജനിച്ചു. കൊട്ടാരം ചുമരുകളിൽ കുട്ടിക്കാലത്ത് തന്നെ ചിത്രങ്ങൾ വരച്ച് തന്നെ പ്രതിഭ പ്രകടമാക്കി. ഭാരതീയർക്ക് അപ്രാപ്യമെന്ന് പ്രചരിക്കപ്പെട്ട എണ്ണ ഛായത്തിൽ എന്താണ് അസാമാന്യ മികവ് പ്രകടിപ്പിച്ച അദ്ദേഹം ഭാരതീയ കലാചരിത്രത്തിൽ ചിത്രകലയെ കുടിലും മുതൽ കൊട്ടാരം വരെ എത്തിച്ച ജനകീയ ചിത്രകാരനായി മാറി. പുരാണങ്ങളിലെ കഥാപാത്രങ്ങളെയാണ് അദ്ദേഹം കൂടുതലായി വരച്ചിട്ടുള്ളത്, അല്ലേ? 1894 ബോംബെയിൽ ലിത്തോഗ്രാഫ് പ്രസ് സ്ഥാപിച്ച് തൻ്റെ ചിത്രങ്ങളുടെ പ്രിന്റുകൾ എടുത്ത് എല്ലാ വീടുകളിലും എന്താണ് എത്തിക്കാൻ ശ്രമിച്ചു. ശകുന്തള, ഹംസ ദമയന്തി, ജിപ്സികൾ എന്നിവ പ്രശസ്ത ചിത്രങ്ങളാണ്. 1906 ഒക്ടോബർ 2 തൻ്റെ 58ാമത്തെ വയസ്സിൽ ആറ്റിങ്ങലിൽ വെച്ച് ഈ പ്രതിഭ അന്തരിച്ചു, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ആൻസറായി വരുന്നതാണ് ഇതൊക്കെ. അപ്പോൾ ഇതിലെന്തൊക്കെ ചോദ്യങ്ങളാണെന്ന് വെച്ചിരിക്കുക? രാജാ രവിവർമ്മ ഏത് വർഷമാണ് ജനിച്ചത്, ഏത് സ്ഥലത്താണ് ജനിച്ചത്, പിന്നെ അദ്ദേഹം എന്തിലാണ് പ്രതിഭ തെളിയിച്ചത്, അല്ലേ? പിന്നെന്താണ് അദ്ദേഹം എവിടെയാണ് മരിച്ചത്, പിന്നെ എത്രാമത്തെ വയസ്സിലാണ് മരിച്ചത്, ഏത് വർഷമാണ് മരിച്ചത്, പിന്നെന്താ എന്തൊക്കെ ചോദ്യങ്ങൾ നിങ്ങൾക്ക് ചോദിക്കുക, അല്ലേ? രാജാ രവിവർമ്മ എന്ന് ജനിച്ചു, എവിടെ ജനിച്ചു, ഏത് മാധ്യമത്തിലൂടെയാണ് രചനയിലാണ് അദ്ദേഹം അസാമാന്യമായി മികവ് പ്രകടിപ്പിച്ചത്, ചിത്രങ്ങളുടെ പ്രിന്റ് ജനകീയമാക്കാനായി അദ്ദേഹം എന്താണ് ചെയ്തത്, രവിവർമ്മയുടെ പ്രശസ്ത ചിത്രങ്ങൾ ഏതെല്ലാം, ഈ ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കുകയാണ് വേണ്ട. ആ ഉത്തരമൊക്കെ എന്താണ് നമ്മളെ ഈ പാരഗ്രാഫിലുണ്ട്, അല്ലേ? ഈ പാരഗ്രാഫിലുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ഈ പാരഗ്രാഫിൽ ഉത്തരം വരണം. അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മൾ നിർമ്മിക്കേണ്ടത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? വാട്ട് ഓൾ തിങ്സ് ആർ ടു ബി കൺസിഡർഡ് വെൻ സിംഗിങ് സോങ്സ് ഹാവിങ് ഡിഫറെൻറ്റ് റിതംസ്. എന്താണ് ചോദിച്ചിരിക്കുന്നത്? വ്യത്യസ്ത താളങ്ങളിലുള്ള ഗാനങ്ങൾ കോർത്തിണങ്ങി പാടുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? എന്താണ്? താളവൈവിധ്യം, ഈണവൈവിധ്യം എന്നിവ ഉണ്ടായിരിക്കണം. ഒരു ഗാനത്തിൽ നിന്ന് മറ്റൊരു ഗാനത്തിലേക്ക് കടക്കുമ്പോൾ താളഭംഗം വരാതെ ശ്രദ്ധിക്കണം, അല്ലേ? ശ്രുതി ഏകീകരണവും വേണം, ശ്രുതിയും വേണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയേ. ഫോറിൻ ഗസ്റ്റ് ഹു ഹാവ് കം ടു വിസിറ്റ് യുവർ സ്കൂൾ want to know about the traditional art form of ഓട്ടംതുള്ളൽ. What would you describe to them? Give your answer in 4 or 5 sentences. എന്താണ്? ഒരു മറുനാട്ടിൽ നിന്ന്, അതായത് ഒരു ഫോറിനർ എന്താണ് നിങ്ങളുടെ വിദ്യാലയം സ്കൂളിൽ സന്ദർശിക്കാനെത്തിയ അതിഥികളാണ്, അല്ലേ? കേരളത്തിലെ പരമ്പരാഗത തുള്ളൽ കലയെക്കുറിച്ച് അറിയണമായിരുന്നു അവർക്ക്. നിങ്ങൾ അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും? 3-4 വാക്യത്തിൽ ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാ പറയാ? പദ്യത്തിലുള്ള കഥാകഥനത്തിൻ്റെയും നൃത്തത്തിൻ്റെയും സമന്വയമാണ് തുള്ളൽ. പിന്നെന്താണ്? കുഞ്ചൻ നമ്പ്യാരാണ് ഇതിൻ്റെ ഉപജ്ഞാതാവ്. പിന്നെ ശീതങ്കൻ, പറയൻ, ഓട്ടൻ എന്നിങ്ങനെ 3 തരം തുള്ളലുണ്ട്. പിന്നെ സാമൂഹ്യ വിമർശനം ഇതിൻ്റെ ഭാഗമാണ്. പുരാണ കഥാപാത്രങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് അവതരണം. ഒരു ജനകീയ കലാരൂപമാണ് തുള്ളൽ, അല്ലേ? ഇതൊക്കെ നമുക്ക് എന്താക്കാം? നമുക്ക് പറഞ്ഞു കൊടുക്കാം, അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റൻ എന്താണ്? ഇമാജിൻ യു ആർ ആക്ടിങ് ഇൻ എ ഡ്രാമ ആസ് ആൻ ഓൾഡ് മാൻ ഓർ ഓൾഡ് വുമൺ. വാട്ട് ഓൾ ചേഞ്ചസ് വിൽ യു ബ്രിങ് ഇൻ യുവർ എക്സ്പ്രഷൻസ് ആൻഡ് മൂവ്മെൻറ്റ്സ്? ആൻസർ ഇൻ 3 sentences. എന്താണ്? നാടകത്തിൽ ഒരു വൃദ്ധനോ വൃദ്ധ ആയി അഭിനയിക്കുമ്പോൾ നിങ്ങൾ ഭാവചലനത്തിൽ വരുത്തുന്ന മാറ്റങ്ങൾ 3 വാക്യങ്ങളിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ്? ഒരു വൃദ്ധയായിട്ട് അഭിനയിക്കുമ്പോൾ എന്താ നമുക്ക് ഭാവചലനത്തിൽ വരുന്ന ഒരു ക്ഷീണിച്ചിട്ടുള്ള നോക്കണം, അല്ലേ? ഒരു കുനിഞ്ഞിട്ട്, അല്ലേ? അങ്ങനെയൊക്കെ ഉണ്ടാക്കുക. പിന്നെ സംസാരത്തിൽ എന്താണ്? ഒരു വാക്ക് ഇതാക്കിയിട്ട് ഉണ്ടാക്കുക, അല്ലേ? ഒരു സ്ട്രോങ് ഇല്ലാത്ത രീതിയിൽ മെല്ലെ പറയുക. മെല്ലെ അല്ല, കുറച്ച് ആൾക്കാർ കേൾക്കുന്ന രീതിയിൽ വേണം കേട്ടോ. പിന്നെ എന്താ വേണ്ടത്? എന്തൊക്കെ ഇതാക്കാം നമുക്ക്? ശരീര ചലനങ്ങളിൽ അവശത തോന്നിക്കണം, അല്ലെ? ഒരു കുനിവാകാം, ചടുതര കുറവുണ്ടാവണം, മന്ദഗതിയിലുള്ള ചലനങ്ങളാവണം, ശബ്ദത്തിലെ വ്യത്യാസവും പ്രകടമാവണം, അല്ലേ? ഇതൊക്കെയാണ് ഒരു വൃദ്ധ അല്ലെങ്കിൽ വൃദ്ധനായിട്ട് അഭിനയിക്കുമ്പോൾ നമുക്ക്
എന്താണ് ഭാവചലനം ഉണ്ടാവേണ്ടത് അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കിയേ. Draw a diagram showing the formation of shadow while you are standing facing the sun. Yourself, shadow and sun should be there in the diagram. സിമ്പിൾ അല്ലേ. ഒരു ചിത്രം വരച്ചുകൂടെ നിങ്ങൾക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? സൂര്യന് അഭിമുഖമായാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ നിഴൽ ഏത് ഭാഗത്താണ് ഉണ്ടാകുക എന്ന് കാണിക്കുന്ന ഒരു രേഖാചിത്രം വരയ്ക്കുക. സൂര്യൻ, നിങ്ങൾക്ക് നിഴൽ എന്നിവ ചിത്രത്തിലുണ്ടാവും അല്ലേ. സൂര്യനും നിങ്ങളും ഒക്കെ എന്താണ്, നിഴലൊക്കെ എന്താണ് ഈ ചിത്രത്തിൽ ഉണ്ടാവണം. ഇതാ കണ്ട ഈ ചിത്രം. സൂര്യൻ അതാ, കുട്ടി അതാ, കുട്ടീനെ നിഴൽ ഇതാ അല്ലേ. അതങ്ങനെ ഉണ്ടാവുക. പിന്നെ എന്താണ്, അത് ഏതെങ്കിലും ഒന്ന് ചെയ്താൽ മതി. 12 ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി കേട്ടോ, ക്വസ്റ്റ്യൻ അനുസരിച്ച്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്. എ ഡിസ്കഷൻ ഓൺ ചെണ്ട, തിമില ആൻഡ് മദ്ദളം came up in a program which you attended. Write a short note on any one of these instruments in 3 or 4 sentences. എന്താണ്, നിങ്ങൾ പങ്കെടുത്തൊരു പരിപാടിയിൽ ചെണ്ട, തിമില, മദ്ദളം എന്നിവയെക്കുറിച്ച് ചർച്ച വന്നു. ഈ വാദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെക്കുറിച്ച് 3-4 വാക്യത്തിൽ വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ചെണ്ടനെ കുറിച്ച് വിശദീകരിക്കാൻ എന്താണ്, കേരളത്തിൻ്റെ തനതായ ഒരു തുകൽ വാദ്യോപകരണമാണ് എന്ത്, അസുരവാദ്യങ്ങൾ ഉൾപ്പെടുന്ന എന്നറിയപ്പെടുന്ന എന്താണ്, കേരളത്തിലെ തനതായ ഒരു തുകൽ വാദ്യോപകരണമാണെന്ത്, അസുരവാദ്യം എന്നറിയപ്പെടുന്ന ചെണ്ട. ചെത്തിമിനുക്കിയ ഒരു തടിക്കുഴൽ ാണെന്ത്, ചെണ്ടക്കുറ്റി അല്ലേ. ചെത്തിമിനുക്കിയ ഒരു തടിക്കുഴലാണെന്ത്, ഈ ചെണ്ടൻ്റെ കുറ്റി അല്ലേ. കോൽ ഉപയോഗിച്ചാണ് ഇത് കൊട്ടുന്നത്. 2 ഭാഗവും വ്യത്യസ്ത ശബ്ദമാണ്. ക്ഷേത്ര വാദ്യോപകരണങ്ങളിൽ പ്രമുഖ സ്ഥാനമാണെന്ത്, ചെണ്ടയ്ക്കുള്ളത് അല്ലേ. ചെണ്ടനെ കുറിച്ച് അങ്ങനെ പറയാം. ഇനി മദ്ദളത്തിനെ കുറിച്ചോ. മേള പ്രയോഗങ്ങളിൽ സവിശേഷ സ്ഥാനമാണിത് മദ്ദളത്തിനുള്ളത്. മൃദംഗത്തിൻ്റെ വലിയ രൂപമാണിത്. പഞ്ചവാദ്യം, മദ്ദളം കളി, കൃഷ്ണനാട്ടം, കഥകളി തുടങ്ങിയവയ്ക്ക് ഇത് അനിവാര്യമാണ്. 2 കൈ ഉപയോഗിച്ചാണ് ഇത് കൊട്ടുന്നത്. മദ്ദളത്തിന് ഇടന്തലയും പലന്തലയുമുണ്ട്. ഓക്കെ. ഇനി തിമിലേനെ കുറിച്ചിട്ടോ. പഞ്ചവാദ്യത്തിൻ്റെ പ്രധാനമായ ഒരു സംഗീത ഉപകരണമാണിത്. മധ്യഭാഗത്ത് വണ്ണം കുറഞ്ഞ നീളത്തിലാണ് തിമിലയുടെ കുറ്റി. പ്ലാവിൻ്റെ തടി കടഞ്ഞാണിത് കുറ്റി ഉണ്ടാക്കുന്നത്. ഒരു ഭാഗത്ത് 2 കൈകളും ഉപയോഗിച്ച് കുറ്റിയാണിതിൽ ശബ്ദമുണ്ടാക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാൽ. ഇമാജിൻ യു came to see tribals performing their traditional dance during your vacation tour. Answer in 2 or 3 sentences the things you might have observed in their performance. എന്താണ് ചോദ്യം. നിങ്ങൾ അവധിക്കാലത്ത് ഉല്ലാസയാത്രയ്ക്ക് പോയപ്പോൾ അവിടെ ഗോത്രവർഗ നൃത്തം അവതരിപ്പിക്കുന്നത് കാണാനിടയായി. സംഘമായി നൃത്തം ചെയ്തപ്പോൾ അവർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കും? 2-3 വാക്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താ എഴുതുക. ഗോത്രവർഗ നൃത്തങ്ങൾ സംഘം ചേർന്നാണ് ചെയ്യാറുള്ളത്. കാണികളായി മാറി നിൽക്കാതെ പരമാവധി പേരും പങ്കാളികളാവും. പ്രകൃതിദത്ത വസ്തുക്കൾ മാത്രമാണ് വേഷം, സമയം എന്നിവയ്ക്ക് ഉപയോഗിക്കുന്നത്. പരമ്പരാഗതമായ രീതിയിലാണ് അത് വർദ്ധിച്ചു വരുന്നത്. ചുവടുകൾക്ക് കൃത്യമായ ചിട്ടകളില്ല. അതാണ് എന്ത്, ഗോത്രവർഗത്തിൻ്റെ ഡാൻസ് അല്ലേ. നെക്സ്റ്റ്, സൈറ്റ് എനി 2 ഡിഫറൻസ് ബിറ്റ്വീൻ മോണോ ആക്ട് ആൻഡ് കഥാപ്രസംഗം. എന്താണ്, മോണോ ആക്ടും കഥാപ്രസംഗം തമ്മിലുള്ള 2 വ്യത്യാസങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. 2 ഡിഫറൻസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണതെന്ന് പറഞ്ഞേ. എന്താ മക്കളെ. മോണോ ആക്ടിൽ അഭിനയത്തിന് ഊന്നൽ നൽകുമ്പോൾ കഥാപ്രസംഗത്തിന് അഭിനയത്തോടൊപ്പം എന്താണ്, കഥാവതരണത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. ഇതൊക്കെ നമുക്ക് അറിയുന്ന സംഭവങ്ങളാണ് അല്ലേ. പക്ഷെ നമുക്ക് എഴുതാനുള്ള എന്താണ് ഇതുണ്ടാവണം നമുക്ക് അല്ലേ. ഇതൊക്കെ നമുക്ക് അറിയുന്നതാണ്. ഇതൊന്നും നമ്മൾ എഴുതൂല പേപ്പറിൽ അല്ലേ. നമ്മൾ അറിയുന്ന സംഭവങ്ങൾ പേപ്പറിൽ എഴുതണം കേട്ടോ. അപ്പോൾ മോണോ ആക്ടിൽ അഭിനയത്തിന് ഊന്നൽ നൽകുമ്പോൾ കഥാപ്രസംഗത്തിന് അഭിനയത്തോടൊപ്പം എന്താണ്, കഥാവതരണത്തിനും ഏറെ പ്രാധാന്യമുണ്ട്. കഥയും പാട്ടും ചേർന്നതാണിത് കഥാപ്രസംഗം അല്ലേ. സംഗീത അകമ്പടികാരുമാവാം അല്ലേ. മോണോ ആക്ട് ഒറ്റയ്ക്ക് ചെയ്യുന്നതും ശരീര ചലനങ്ങൾക്ക് പ്രാധാന്യമുള്ളതുമായ ഒന്നാണ്. ഓക്കെ.